ഗൂഗിൾ മാപ്പ് വഴിതെറ്റിക്കുന്നത് ആദ്യമായിരുന്നെന്നും രാത്രി ഫയർഫോഴ്സ് വരുന്നതുവരെ ഏറെ ഭയപ്പാടിലായിരുന്നുവെന്നും നിലമ്പൂരിൽ കാഞ്ഞിരപ്പുഴ വനത്തിൽ കുടുങ്ങിയ അധ്യാപകർ. റേഞ്ച് ഉള്ളതിനാലാണ് തങ്ങളുടെ ലൊക്കേഷൻ ഉദ്യോഗസ്ഥർക്ക് അയച്ചു കൊടുക്കാൻ കഴിഞ്ഞതെന്നും നിലമ്പൂർ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ് തങ്ങളുടെ ജീവൻ രക്ഷിച്ചതെന്നും അധ്യാപകർ പറഞ്ഞു. ആഷിഖ് റഹ്മാൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഗൂഗിൾ മാപ്പ് ചതിച്ച ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്നലെ മലപ്പുറത്ത് നിന്നാണ് നമ്മൾ അത്തരത്തിൽ വാർത്ത കേട്ടത്. നിലമ്പൂർ വനത്തിൽ രാത്രി യാത്ര ചെയ്ത ഒരു അധ്യാപക അഞ്ചംഗങ്ങളുള്ള അധ്യാപക സംഘമാണ് വനത്തിൽ രാത്രി കുടുങ്ങിയത്. ഈ കാറിലാണ് അവർ കുടുങ്ങിയത്. രാത്രി 12 കൂടി ഒരു സുഹൃത്തിന്റെ വിവാഹ സൽക്കാരത്തിന് പോയി തിരിച്ചു വരുന്ന വഴിക്കാണ് അവർ രാത്രി വനത്തിൽ കുടുങ്ങിയത്. ഇപ്പോൾ ഇവർ 5 പേരും നമ്മളോട് കൂടി ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഒരു വനത്തിൽ കുടുങ്ങിയൊരു സാഹചര്യം ഉണ്ടായത്? ഞങ്ങള് വീട്ടിൽ നിന്ന് രാത്രി വീട്ടിൽ പോയി ആളെ കണ്ടു, ഫുഡ് കഴിച്ച് തിരിച്ചു വരുന്ന വഴി പെരുമ്പത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് നമ്മൾ പുറപ്പെടുന്നത്. പെരുമ്പത്തൂരിൽ നിന്ന് നമ്മൾ നാടുകാണി വഴി വയനാട്ടിലേക്ക് മാപ്പ് ഇട്ടിട്ടാണ് വരുന്നത്. അപ്പം അവിടുന്ന് ഇറങ്ങി ഇപ്പം മെയിൻ റൂട്ടിലൂടെയാണ് എല്ലാ വഴിയും പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ചെറിയൊരു ഷോർട്ട് കട്ട് പോലെ കാണിച്ചു. മഡ് റോഡായിരുന്നു, അതിലോട്ട് എടുത്ത സമയത്ത് പെട്ടെന്നാണ് ഒരു നനഞ്ഞൊരു ഏരിയ പോലെ കിട്ടിയത്. അവിടെ പോയി വണ്ടി കുടുങ്ങായിരുന്നു. പിന്നെ നമ്മൾ കുറെ ചളി ആയതുകൊണ്ട് തന്നെ ഫ്രണ്ട് ടയർ അനങ്ങാതെ അവിടെ കിടക്കുന്നുണ്ട്. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന നമുക്ക് കിട്ടുന്നില്ല, ഗ്രിപ്പ് കിട്ടുന്നില്ല. പിന്നെ കുറെ ട്രൈ ചെയ്തു. ഒരു 1.25 മണിക്കൂർ നമ്മൾ തന്നെ ശ്രമിച്ചു എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. നമ്മൾ പിന്നെ ഫയർ റെസ്ക്യൂവിനെ വിളിച്ചു, ലൊക്കേഷൻ അയച്ചു കൊടുത്തു. അപ്പൊ അവർക്ക് നമ്മളെ മെയിൻ റോഡിൽ അല്ലെങ്കിൽ അതിന്റെ പരിസരത്തല്ലാത്തതുകൊണ്ട് അവർക്ക് കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ അവർ പറഞ്ഞ കാര്യം തീർച്ചയായിട്ടും കണ്ടെത്താൻ ശ്രമിക്കാം, കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു മാർഗം കാണാന്നുള്ള രീതിയിലായിരുന്നു. അപ്പൊ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തായാലും അവര് വൈകാതെ തന്നെ എത്തി വളരെ അധികം സപ്പോർട്ടും ഹെൽപ്പും ആയിരുന്നു അവരെ ആ ഭാഗത്ത് സമയത്ത് ഉണ്ടായിരുന്നത്. അങ്ങനെ ഏകദേശം 2 മണി കഴിഞ്ഞിട്ടുണ്ട് അവരെത്തുമ്പോൾ. ജംഷാദ് സാറും ടീമുമാണ് വന്നിട്ടുണ്ടായിരുന്നത്. നമുക്ക് വളരെയധികം ആശ്വാസം നൽകുന്ന ഒരു സമയമായിരുന്നു അത്, കുടുങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയിൽ നിന്ന്. ഈ നിലമ്പൂരിലെ ഒരുപാട് കാട്ടാനാക്രമണങ്ങൾക്ക് പ്രസിദ്ധമാണ്. അപ്പം ഈ രാത്രി കുടുങ്ങിയപ്പോൾ പേടിയായി പോയോ? പേടിച്ചോന്ന് ചോദിച്ചാല് മഴയും കൂടെ പെയ്തപ്പോ സത്യം പറഞ്ഞാൽ പേടിച്ച്. പിന്നീട് ഫയർഫോഴ്സ് നമ്മുടെ നമ്പർ വാങ്ങിച്ചു, ലൊക്കേഷൻ സെൻഡ് ചെയ്യാൻ പറഞ്ഞെങ്കിലും അവർക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ കുറച്ച് പേടി ഉണ്ടായിരുന്നു. പിന്നീട് അവരെത്തിയപ്പോഴാണ് അൽഹംദുലില്ലാ സമാധാനമായത്. ആ സമയത്ത് ഒരു പേടിയുണ്ടായിരുന്നു. കാരണം ആ ഒരു അവസ്ഥ ആൾക്കാരങ്ങനെ കാണാൻ സാധ്യതയില്ല, വേറെ വണ്ടികളൊന്നും വരാൻ സാധ്യതയില്ല. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ കുറേ എടുക്കാൻ നോക്കി. പിന്നെ മഴ പെയ്യാൻ തുടങ്ങി, അങ്ങനെ വെള്ളമൊക്കെ കയറാൻ തുടങ്ങിയപ്പോൾ ഏകദേശം പേടിച്ചു. അപ്പോൾ പിന്നെ നമ്മൾ ഫയർഫോഴ്സിനെ വിളിച്ച സമയത്ത് അവരെന്തായാലും എത്താമെന്നുള്ള ഒരു ഉറപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പിന്നെ ഒരു ആശ്വാസമായി. ഫയർഫോഴ്സിന്റെ ഒരു സഹകരണം എങ്ങനെ ഉണ്ടായിരുന്നു? ഗംഭീരം. ഭയങ്കര സന്തോഷമായ സംഗതിയാണ്. കാരണം നമുക്ക് വേണ്ടി അവര് കഷ്ടപ്പെട്ട് കാണാം. നമ്മളിങ്ങനെ കുറെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിലും നമുക്ക് വേണ്ടി അവരിങ്ങനെ കഷ്ടപ്പെടാണ് നമുക്കൊരു വല്ലാത്തൊരു അനുഭവമാണ്. എന്തായാലും 5 പേരും ജീവനോട് രക്ഷപ്പെട്ടു. ഒരു അപകടങ്ങളൊന്നും സംഭവിച്ചില്ല. രാവിലോടെ ഇവിടെ എത്തി. നാളെ ഇവിടെ കോളേജിൽ അധ്യാപനം തുടങ്ങുകയാണ്. ഉമ്മുൽ ഖുറ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോളി ഖുറാനിലെ 5 അധ്യാപകരാണ് ഈ ഒരു അപകടത്തിൽപ്പെട്ടത്. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. ഫയർഫോഴ്സിന്റെ അടങ്ങി കൃത്യമായ ഇടപെടലിലൂടെ 5 പേരെയും രക്ഷപ്പെടുത്താൻ സാധിച്ചെന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം. വയനാട്ടിൽ നിന്ന് ക്യാമറാമാൻ റിന്റുവിനോടൊപ്പം ആഷിഖ് റഹ്മാൻ, ന്യൂസ് മലയാളം, വയനാട്.